الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സന്ദേശങ്ങൾ മനുഷ്യർക്ക് നൽകുന്നതിന് വേണ്ടി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ദൈവദൂതന്മാരെ, മനുഷ്യരായ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട ആ പ്രവാചകന്മാർ വരുമ്പോൾ അവർക്ക് ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സന്ദേശം ലഭിക്കുന്നവരാണ്, അവർ യഥാർത്ഥത്തിൽ ഉള്ള പ്രവാചകന്മാരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി, അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ ന്യായവാദങ്ങളെ അടക്കി നിർത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുത സംഭവങ്ങൾ അവരിലൂടെ കാണിക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അതുപോലെ എല്ലാ അമ്പിയാക്കന്മാർക്കും ഇതുപോലെയുള്ള അത്ഭുത സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ അത്ഭുത സംഭവങ്ങൾ അതത് കാലഘട്ടത്തിലെ ജനങ്ങളുടെ മനോനിലയും സാഹചര്യങ്ങളും ആവശ്യകതയും പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മുഅ്ജിസത്തുകൾ നൽകുന്നത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് മാരണം വളരെ സാർവത്രികമായി പ്രചരിച്ച ഒരു സംഭവമായിരുന്നു. സാധാരണക്കാരായ ആളുകളെ കൂടെ വളരെ ആഴത്തിൽ സ്വാധീനിച്ച ഒന്നായിരുന്നു മാരണം. അതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മുഅ്ജിസത്തും ഈ മാരണത്തെ വെല്ലുന്ന, അതിനെ അതിജയിക്കുന്ന ഒരത്ഭുത സംഭവമായി മാറി. അതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരാജയപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്യാനും വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട മാരണക്കാർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ വലിയ തോതിലുള്ള ജാലവിദ്യ അല്ലെങ്കിൽ മാരണം അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. കാണുന്നവർക്കെല്ലാം അത്ഭുതം തോന്നുന്ന വിധത്തിൽ, കേവലം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പേടി തോന്നുന്ന വിധത്തിൽ അത്ര വിദഗ്ധമായിരുന്നു അവർ അവതരിപ്പിച്ച മാരണം.
പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത വടി അത് നിലത്തിടുകയും അത് സർപ്പമായി മാറുകയും ആ സർപ്പം അവരുണ്ടാക്കിയ ജാലവിദ്യകൾ മുഴുവനും പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ വടികളും കയറുകളും ജാലവിദ്യക്ക് ഉപയോഗിച്ച വസ്തുക്കളും മുഴുവനും ആ പാമ്പ് വിഴുങ്ങുകയാണ്. ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടപ്പോൾ മാരണത്തിൻ്റെ എല്ലാവിധ വൈദഗ്ധ്യവും ശീലിച്ചിട്ടുള്ള മാരണക്കാർ അതൊരു അമാനുഷികമാണ്, അത് ദൈവികമാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവർ വിനീത ഭാവം പ്രകടിപ്പിക്കുകയും സുജൂദിൽ വീഴുകയും ചെയ്തു. ഈ കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫവഖഅൽ ഹഖ് വബതല മാ കാനൂ യഅമലൂൻ ഫഗുലിബൂ ഹുനാലിക വൻഖലബൂ സാഖിരീൻ വഉൽഖിയ السحرة സാജിദീൻ ഖാലൂ ആമന്നാ ബിറബ്ബി മൂസ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വഹാറൂൻ. ഫവഖഅൽ ഹഖ്, സത്യം പുലർന്നു. വബതല മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച വ്യാജമായ മാരണവിദ്യകൾ എല്ലാം ദുർബലമായി ബാത്തിലായിപ്പോയി. ഫഗുലിബൂ ഹുനാലിക, അങ്ങനെ അവർ പരാജയപ്പെട്ടു. വൻഖലബൂ സാഖിരീൻ, അങ്ങനെ അവർ ആ പരാജയത്തിൽ വിഷണ്ണരായിത്തീർന്നു, നിന്ദ്യരായിത്തീർന്നു. അങ്ങനെ വഉൽഖിയ السحرة സാജിദീൻ, ആ മാരണക്കാരായ ആളുകൾ ഒന്നടങ്കം ആ മഹാ അത്ഭുതത്തിൻ്റെ മുമ്പിൽ, ദൈവിക ദൃഷ്ടാന്തത്തിൻ്റെ മുമ്പിൽ അവർ സുജൂദിൽ വീണു. എന്നിട്ട് ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. റബ്ബി മൂസ വ ഹാറൂൻ, ആരാണോ മൂസയുടെയും ഹാറൂനിൻ്റെയും റബ്ബ്, ആ റബ്ബിൽ ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. പിന്നെയുള്ള സംഭവങ്ങളൊക്കെ ചരിത്രമാണ്, എല്ലാവർക്കും അറിയാം. അപ്പം ആ നിലക്ക് മനുഷ്യ സാധ്യതയിൽപ്പെട്ടതല്ല മുഅ്ജിസത്ത്, അള്ളാഹുവിന് മാത്രം നടത്താൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ അത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിക്കുന്നതെന്ന് മാത്രം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മുഅ്ജിസത്ത് അത്ഭുതമാണ്. അന്ധന്മാരായ മനുഷ്യന്മാർക്ക് കാഴ്ച കൊടുക്കുകയും വെള്ളപ്പാണ്ടുള്ളവരെ തടവി സുഖപ്പെടുത്തുകയും അതേ പ്രകാരം തന്നെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പറവയ്ക്ക് ജീവൻ കൊടുക്കുകയും അതുപോലെ വിധത്തിലുള്ള മുഅ്ജിസത്തുകളാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. പക്ഷെ ആ കാലത്ത് വൈദ്യശാസ്ത്രം അത്യുന്നത ശ്രേണിയിലായിരുന്നു. വലിയ വലിയ വിദഗ്ധന്മാരായ വൈദ്യന്മാരും വൈദ്യശാസ്ത്ര അറിവുകളും വർദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് അതിന് അനുയോജ്യമായ മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അപ്പോൾ ഒരു വൈദ്യശാസ്ത്രത്തിനും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത അന്ധതയും അതുപോലെ തന്നെ പാണ്ടും അദ്ദേഹം സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്തു. അത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്താണ്. അതുപോലെ തന്നെ മരിച്ചവരെ അദ്ദേഹം ജീവിപ്പിച്ചു, അതും അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത ഒരു മുഅ്ജിസത്താണ്. ഒരു ഔഷധത്തിനും മരിച്ചവരെ ജീവിപ്പിക്കുവാനുള്ള ത്രാണി ശേഷിയില്ല. അതേ പ്രകാരം തന്നെ മണ്ണിൽ നിന്ന് പക്ഷിയെ സൃഷ്ടിച്ച് അതിനോട് പറക്കാൻ പറയുമ്പോൾ അത് പറക്കുന്നു, അതും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത മുഅ്ജിസത്താണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട സമയത്ത് അറബികൾ ഭാഷാപരമായ ഔന്നിത്യത്തിലായിരുന്നു. സാഹിത്യത്തിൻ്റെ ഉന്നത നിലവാരമുള്ള കവിതകളും ഗദ്യശാഖകളും എല്ലാം വളരെ പരിപോഷിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നത്. ഓരോ ഗോത്രത്തിലും വിദഗ്ധമായ കവികളുണ്ടായിരുന്നു. അത്ഭുതകരമായ ഭാഷാ നൈപുണ്യം കൊണ്ട് മനുഷ്യബുദ്ധിയെ അമ്പരിപ്പിക്കുന്ന കവിതകൾ രചിക്കാനും അതനുസരിച്ച് ഒരു യുഗത്തിൻ്റെ ചരിത്രം പകർത്തി വെക്കുവാനും യഥാർത്ഥത്തിൽ ആ കവികൾക്ക് സാധിച്ചിരുന്നു. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വചനങ്ങളുമായി പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. ആ വചനങ്ങൾ വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ജിന്നിൻ്റെ തുടക്കത്തിൽ ഇന്ന സമഅനാ ഖുർആനൻ അജബ യഹ്ദി ഇല റുശ്ദി ഫആമന്നാ ബിഹി വലം നുശ്രിക ബിറബ്ബിനാ അഹദ. ഇന്നാ സമഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ എല്ലാവിധത്തിലുള്ള മഹാത്ഭുതങ്ങളും നിറച്ചുവെച്ച, ഒരിക്കലും മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു ഗ്രന്ഥമിതാ ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഫആമന്നാ ബിഹി, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വിശ്വസിക്കുകയല്ലാതെ തരമില്ല.
വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബായ അള്ളാഹുവിൽ ഞങ്ങൾ ഒരു ശക്തിയെയും പങ്കുചേർക്കുകയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. അവരോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ ഫഇൻ ലം തഫ്അലു വലം തഫ്അലു വത്തഖുൻ നാർ അല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. ആ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട ദൈവിക സന്ദേശത്തെ നിങ്ങൾ സംശയത്തോടെ കാണുന്നുവെങ്കിൽ അതുപോലെയുള്ള അദ്ദേഹം കൊണ്ടുവന്നതുപോലെയുള്ള ഒരു അധ്യായം വിശുദ്ധ ഖുർആന്റെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരും. അതിന് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ വീണ്ടും ആ പ്രവാചകനെ നിങ്ങൾ ധിക്കരിക്കുകയാണെങ്കിൽ ഫഇല്ലം തഫഅലു, വളരെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതുപോലെയുള്ളൊരു ഖുർആൻ കൊണ്ടുവരാൻ സാധ്യമല്ലാതെ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ വഇല്ലം തഫഅലു ഫത്തഖുൻ നാറല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും പാറക്കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകത്തിൽ നിങ്ങൾ കടക്കും എന്ന് നിങ്ങൾ പേടിച്ചോളും. ഉഇദ്ദത് ലിൽ കാഫിരീൻ, നിഷേധികൾക്ക് തയ്യാറാക്കപ്പെട്ടതാണ് ആ നരകം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇങ്ങനെയുള്ള വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സാഹിത്യത്തിൽ മഹാത്ഭുതം രചിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവർക്കൊന്നും പറയാനില്ല. അതിൻ്റെ വചനങ്ങൾ കേട്ട് അവസാനമായി അതിൽ വിധി പറയാൻ ഏൽപ്പിക്കപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ എന്ന അവരുടെ പ്രഗത്ഭ ഹാക്കിം, സാഹിത്യകാരന്മാർക്കിടയിൽ വൈദഗ്ധ്യത്തിൻ്റെ വിധി പറയുന്ന മുഗീറത്ത് ബിൻ ശുഅബ പറയുന്നത് ഫഇന്നഹു യഅലു വലാ യുഅല അലൈഹി, ഈ വിശുദ്ധ ഖുർആൻ അത് ഉന്നതിയിൽ തന്നെ എത്തും, അതിന് ലക്ഷ്യസ്ഥാനം അത് പ്രാപിക്കുക തന്നെ ചെയ്യും, അതിൻ്റെ മേലെ അതിജയിച്ചു നിൽക്കുന്ന മറ്റൊരു ഗ്രന്ഥവും ഒരു സാഹിത്യവും ഇല്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോലും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഒരു ചെറിയ പഴുത്, ഒരു ചെറിയ ദൂരം മാത്രമുള്ളപ്പോൾ അദ്ദേഹത്തെ വലയം ചെയ്ത ദൂഷിക വലയം അദ്ദേഹത്തെ പലവിധത്തിലുള്ള വാക്കുകൾ കൊണ്ടും പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായത്. കാരണം അയാളെപ്പോലെയുള്ള ഒരാൾ പെട്ടെന്ന് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുകയും അത് മാലോക ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിൽ വരികയും ചെയ്താൽ ആ ഖുറൈശിയിലെ വലിയ പ്രമുഖമായ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിലേക്ക് കടക്കും. അതുകൊണ്ട് മാക്സിമം കരുത്തും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ ഖുർആനിൽ വിശ്വസിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി. അതിൻ്റെ പര്യവസാനം എന്ന നിലക്ക് അദ്ദേഹം ആ ഖുർആനെ അധിക്ഷേപിച്ചുകൊണ്ട് അത് മാരണമാണെന്നും അത് ഭ്രാന്താണെന്നും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സഹോദരന്മാരെ, ഈ രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ പ്രവാചകനിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം സത്യസന്ധമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അത്ഭുതകരമായ മുഅ്ജിസത്തുകൾ സംഭവിച്ച ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്രാ വൽ മിറാജ് എന്ന് പറയുന്നത്. ഒരൊറ്റ രാവ് കൊണ്ട് മക്കായിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ നിന്ന് 7 ആകാശങ്ങളെയും പിന്നിട്ട് അതിൻ്റെ ഏറ്റവും ഉത്തുംഗതയിൽ അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്ത സംഭവത്തിനാണ് അൽ ഇസ്രാഉ, രാത്രി സഞ്ചാരം, വൽ മിഅ്റാജു, ആകാശരോഹണം എന്ന് രണ്ടും പറയുന്നത്. ഇത് പ്രവാചകന് സംഭവിച്ച ഒരു വലിയ മുഅ്ജിസത്താണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, തൻ്റെ അടിമയെ രാത്രി നടത്തിയ അള്ളാഹു എത്ര പരിശുദ്ധൻ. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു, നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ചുറ്റുപാടുകളിലും ചെയ്തിട്ടുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആ അബ്ദിന്, ആ അടിമക്ക് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. പിന്നെ നമുക്കറിയാം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശലോകത്തേക്ക് അദ്ദേഹം കയറിപ്പോയി. അവിടെ വെച്ച് അദ്ദേഹം പല നബിമാരെയും അദ്ദേഹം നേരിൽ കാണുകയുണ്ടായി. ഒരുപാട് പ്രവാചകന്മാരുടെ സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതായത് ഈ ആദം നബിയെയും ഈസാ നബിയെയും അതുപോലെ തന്നെ യഹ്യ നബിയെയും യൂസുഫ് നബിയെയും ഇദ്രീസിനെയും ഹാറൂനെയും മൂസായെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നീ പ്രവാചകന്മാരൊക്കെ അദ്ദേഹം സന്ധിച്ചു. അവരുമായിട്ട് സംഭാഷണം നടത്തി. എന്നിട്ടാണ് അദ്ദേഹം കയറിപ്പോകുന്നത്. ആർക്കും ചെല്ലാൻ പറ്റാത്ത സിദ്റത്തുൽ മുൻതഹ, അതിൻ്റെ അങ്ങേയറ്റം
കാബ ഖൗസൈനി ഔ അദ്ന എന്ന് പറയുന്ന രണ്ട് അമ്പ് വില്ലുകൾക്കിടയിലെ അത്രയും അടുത്തുവരെ അള്ളാഹുവിനോട് അദ്ദേഹം എത്തിച്ചേർന്നു. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം കണ്ടു. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അദ്ദേഹം സാക്ഷിയായി. നരകത്തിലെ യാതനയേറിയ ശിക്ഷകളെയും അദ്ദേഹം ആ യാത്രയിൽ കാണുകയുണ്ടായി. അങ്ങനെ മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം കണ്ടു. അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവൻ്റെ അറിവുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കിറാമൻ കാത്തിബീൻ എന്ന് പറയുന്ന അനുഗ്രഹീതരായ സത്യസന്ധന്മാരായ മലക്കുകളുടെ പേനകളുടെ ശബ്ദം, അതാണ് സരീറു അഖലാമിൽ മലായിക, മലക്കുകളുടെ പേനകളുടെ ശബ്ദം വരെ ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. സഹോദരന്മാരെ, ഇപ്പം ഈ രൂപത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ, പ്രവാചകൻ്റെ പ്രവാചകത്വവും അദ്ദേഹത്തിൻ്റെ നിയോഗവും സത്യസന്ധമാണ് എന്ന് മനുഷ്യ മനസ്സിൻ്റെ മുമ്പിൽ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. അദ്ദേഹത്തിന് സംഭവിച്ച മറ്റൊരു മഹാത്ഭുതമാണ് ഇൻഷിഖാഖുൽ ഖമർ. മക്കായിലെ ഖുറൈശികൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ പ്രവാചകനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അടയാളം അത് ഞങ്ങൾക്ക് വേണം. ഇതെല്ലാ കാലത്തും എല്ലാ നബിമാരോടും അതത് കാലഘട്ടത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ചില ആവശ്യങ്ങളാണ്. എന്താണ് തെളിവ്? നീ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്നതിന് വല്ല പ്രമാണവുമുണ്ടോ, തെളിവുണ്ടോ, ബുർഹാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. ഇഖ്തറബത്തി സ്സാഅ വൻഷഖൽ ഖമർ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ആ സാഅത്ത്, അന്ത്യനാൾ വളരെ സമീപത്താണ്. ആ അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്ന അടയാളങ്ങളിൽ ഒന്നാണ് ഈ ഇൻഷിഖാഖുൽ ഖമർ. അതായത് അലാമത്തു സാഅത്തിൽ എണ്ണുന്ന ഒന്നാണ് ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്നത്. എന്ന് മാത്രമല്ല ഹദീസുകളിൽ കാണാം, ഈ രണ്ട് ചന്ദ്രനും പിളർന്ന് രണ്ട് ഭാഗത്തേക്ക് നീങ്ങി അതിൻ്റെ മധ്യത്തിൽ ഹിറാ ഗുഹ ഉൾക്കൊള്ളുന്ന മല ഖുറൈശികൾ കാണാറായി. അതിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ ചന്ദ്രൻ്റെ ഒരു കീറും മറുഭാഗത്ത് ചന്ദ്രൻ്റെ ഒരു ഭാഗവും പിളർന്നുകൊണ്ട് അവർക്ക് കാണാറായി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇന്ന അഹ്ല മക്ക സാലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുരീഹിം ആയതൻ, ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരിക എന്ന് മക്കായിലെ ആ മുശ്രിക്കുകൾ പ്രവാചകനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഫഅറാഹുൽ ഖബറ ശിഖൈനി, രണ്ട് കീറായി, രണ്ട് ഭാഗമായി അദ്ദേഹം ആ ചന്ദ്രനെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഹത്താ റഔ ഹിറാ ബൈനഹുമാ, ഹിറാ ഗുഹ അല്ലെങ്കിൽ ഹിറാ നിലകൊള്ളുന്ന മല, അതിൻ്റെ രണ്ടിൻ്റെയും ഇടക്ക് അവർക്ക് കാണാൻ സാധിച്ചു. ഇത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഇതുപോലെ തന്നെ തസ്ലീമുൽ ഹജർ, ഒരു കല്ല് അദ്ദേഹത്തോട് സലാം പറഞ്ഞത്, ഈ സംഭവവും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ജാബിർ ബിൻ സമ്ര റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ്, ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് മക്കായിലെ ഒരു കല്ല് എനിക്ക് അസ്സലാമു അലൈക്കും യാ മുഹമ്മദ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയുന്നതായി എനിക്കറിയാം. അങ്ങനെ എൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അന്ന് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രവാചകനായി നിയോഗിക്കപ്പെടാൻ പോകുന്ന പ്രവാചകനെ പല വിധത്തിലും അള്ളാഹു സഹായിക്കുകയും അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള സഹായങ്ങൾ ആ പ്രവാചകന് നൽകിയ കൂട്ടത്തിൽ അള്ളാഹു കാണിച്ചു കൊടുത്തൊരു അത്ഭുതമാണ് ഒരു കല്ല് അദ്ദേഹത്തിന് സലാം പറഞ്ഞത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നി ലഅരിഫുൽ ആൻ, ഇന്ന് പോലും പ്രവാചകത്വം കിട്ടിയ വർഷങ്ങൾക്ക് ശേഷവും എനിക്ക് ആ കല്ല് തൊട്ട് കാണിച്ചു തരാൻ സാധിക്കും എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കല്ല് സലാം പറയാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മുഅ്ജിസത്താണ്. ഇതുപോലെ അനേകം മുഅ്ജിസത്തുകൾ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇത്തരം അത്ഭുതങ്ങൾ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കപ്പെടുന്നത് ആ പ്രവാചകന്റെ നുബുവത്ത് അഥവാ പ്രവാചകത്വം സത്യസന്ധമാണ്, അത് ദൈവികമാണ്. അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പടച്ചവന്റെ അടുക്കൽ നിന്നുള്ളതാണ്. ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, സ്വന്തമായി അദ്ദേഹം ഇഷ്ടപ്രകാരം ഒന്നും കറ്റുകെട്ടി ഉണ്ടാക്കുകയില്ല. ഒരു നിലക്കും അദ്ദേഹത്തിന് സാധ്യമല്ല. അങ്ങനെ ഏതെങ്കിലും ഒന്ന് കളവായി അദ്ദേഹം പറഞ്ഞാൽ ആ ഏതെങ്കിലും വലൗ തഖവ്വല അലൈനാ അഖാവിൽ ലഖതഅനാ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹു ബിൽ വതീൻ, ആ വലം കൈ കൊണ്ട് പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവനാടി മുറിച്ചു കളയുകയും ചെയ്യും എന്നുവരെ
ഒരു നിലക്കും അതിൽ ഒരു കൃത്രിമവും കൊണ്ടുവരാൻ പ്രവാചകന് സാധ്യമല്ല. അത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. ഇത് സ്ഥാപിക്കുന്നതിനാണ് ഇത്തരം അത്ഭുതങ്ങൾ. ഇത് ജനങ്ങൾ കണ്ണാൽ കണ്ട് സാക്ഷ്യം വഹിക്കുകയും അവിടെ പരാജയം സമ്മതിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഈ എല്ലാ കാലഘട്ടത്തിലുമുള്ള ബുദ്ധിശൂന്യരായ ആളുകൾ ഇതുപോലെയുള്ള പരമയാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ടും അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ജീവിക്കുന്നത് കണ്ടാൽ അത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്വമായി ഒരു പൊരുത്തവുമില്ലാത്തതാണ് നമുക്ക് മനസ്സിലാകും. അതിന് പ്രവാചകൻ്റെ മോചിതത്തുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് സമയന വഅതഅന, അള്ളാഹുവെ ഞങ്ങൾ ഇത് കേട്ടിരിക്കുന്നു, ഞങ്ങൾ നിന്നെയും പ്രവാചകനെയും അനുസരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനിഹി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅദീമൻ ലിശഅനിഹി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു ദാഇ ഇലാ റിദ്വാനിഹി വഅലാ ആലിഹി വസഹ്ബിഹി വഇഖ്വാനിഹി. അയ്യുഹൽ ഇഖ്വാൻ ഉസീക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ നടത്തുന്നു. ഒരിക്കൽ ഹുദൈബിയ വേളയിൽ, അതായത് ഹിജറ 6-ാമത്തെ വർഷം സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഹുദൈബിയ. ഹുദൈബിയ എന്ന് പറയുന്നത് ഒരു കിണറിൻ്റെ പേരാണ്. മക്കയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഒരു സ്ഥലം, അവിടെയുള്ളൊരു കിണറാണ് ഹുദൈബിയ. അങ്ങനെ ആ ഹുദൈബിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഒരുപാട് സഹാബാക്കളുണ്ട്. അങ്ങനെ അവർക്ക് ഈ ഹുദൈബിയ കിണറിലെ വെള്ളം വളരെ മോശമാണ്, അതെടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല, ഉപയോഗശൂന്യമായ ഒരു കിണർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് അവരെല്ലാം കൂടി ധൃതിയിൽപ്പെട്ട് വന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് ഒന്നുമെടുക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു റിക്വത്ത്, ഒരു ചെറിയ തോൽപാത്രമുണ്ട്, അതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിലുള്ള ഈ വെള്ളമല്ലാതെ ഇത്തരം 1000-ലധികം വരുന്ന സഹാബാക്കൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാൻ മാർഗമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റിക്വത്തിലേക്ക്, ആ വെള്ളപാത്രത്തിലേക്ക് തൻ്റെ കൈകൾ വെച്ചു. ആ കൈകൾക്കിടയിലൂടെ ജലം ധാരധാരയായി ഉറവകൾ പൊട്ടി ഒഴുകുന്നത് പോലെ പൊട്ടി ഒഴുകി. ഞങ്ങളെല്ലാവരും അതിൽ നിന്ന് കുടിക്കുകയും ഒന്നുവെടുക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുചരന്മാർ ആ കാര്യത്തെക്കുറിച്ച് ഉദ്ധരിക്കുന്നു. ജാബിരിൻ ഖാല അതിശന്നാസു യൗമ ഹുദൈബിയ ബൈന യദൈ റിക്വത്തുൻ ഫതവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോൽപാത്രത്തിൽ നിന്ന് അദ്ദേഹം ഒന്നുവെടുത്തു. അപ്പോൾ ജഹസന്നാസു നഹ്വഹു, ജനങ്ങളൊക്കെ ധൃതിപ്പെട്ട് നബിയുടെ മുമ്പിലെത്തി പറഞ്ഞു. അദ്ദേഹം അവരുടെ ആ ധൃതി പിടിച്ചുള്ള വരവ് കണ്ട് നബി ചോദിച്ചു, മാലക്കും, എന്ത് പറ്റി നിങ്ങൾക്ക്? ഖാലു ലൈസ ഇൻദനാ മാഉൻ നതവല്ലഹു വലാ നശ്റബ്, കുടിക്കുന്ന ഒന്നുവെടുക്കുന്ന വെള്ളമൊന്നുമില്ല, ഇല്ലാ മാ ബൈന യദൈക, ഈ പാത്രത്തിൽ കാണുന്ന കുറച്ച് വെള്ളമല്ലാതെ. അപ്പോൾ വല്ല യദഹു ഫിർരിക്വ, അതിൽ നബി കൈവച്ചു. അങ്ങനെ ഫജഅലൽ മാഉ യസൂറു ബൈന അസാബിഹി, വെള്ളം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി വിരലുകൾക്കിടയിലൂടെ. കാംസാലിൽ ഒയൂൻ, അരുവികളെപ്പോലെ. ശരീബിന വ തവല്ലന, ഞങ്ങൾ കുടിച്ചു, ഒന്നുവെടുത്തു. കുൽത്തു, അപ്പോൾ ഈ ജാബിർ അവരോട് ചോദിച്ചു, കം കുൻതും, എത്ര എണ്ണമുണ്ടായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലു കുന്ന മിയത്തു അൽഫിൻ, ഞങ്ങൾ 1,00,000 ഉണ്ടായിരുന്നെങ്കിൽ പോലും ലകഫാന, ഈ വെള്ളം 1,00,000 ഉപയോഗിച്ചാലും തീരാതെ ഞങ്ങൾക്കത് മതിയാകുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എണ്ണം 1500 പേരാണ്. അപ്പോൾ ഹുദൈബിയ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉംറയ്ക്ക് പോയ ആ സന്ദർഭത്തിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്ന 1500 പേരാണ്. ഇവർ 1500 പേരും ഒതുവെടുക്കുകയും കുടിക്കുകയും ചെയ്തു ആ കൈവച്ച കൈവിരലുകൾക്കിടയിലൂടെ പൊട്ടിയൊഴുകുന്ന വെള്ളത്തിൽ നിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, മറ്റൊരു അമാനുഷിക സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിലേക്ക് വിളിച്ചു. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി. നബിയെ വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിലുള്ള മുഴുവൻ ആളുകളോടും വരാൻ പറഞ്ഞു. അന്ന് ആ പള്ളിയിൽ അപ്പോൾ അവൈലബിളായ ആളുകളോട് തന്നെ അനുഗമിക്കാൻ പറഞ്ഞു.
ഇതൊരിക്കലും അപ്രതീക്ഷിതമാണ്. അബൂദൽഹ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഈ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക? പ്രവാചകന് 1-2 ആളുകൾക്ക് മതിയാവുന്ന കുറച്ച് ഭക്ഷണം മാത്രം വീട്ടിലുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ആ തീയിൽ വെച്ച പാത്രം ഇറക്കി വെക്കേണ്ടതില്ല, നിങ്ങൾ അതിലൊന്നും ചെയ്യേണ്ടതില്ല, ഞാൻ വരുന്നത് വരെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. നബിയുടെ മുമ്പിൽ ആഹാരം കൊണ്ടുവരപ്പെട്ടു. നബി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഏകദേശം ആ പള്ളിയിൽ അന്ന് അദ്ദേഹത്തെ അനുഗമിച്ചു വന്ന മുഴുവൻ ആളുകളും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും ഭക്ഷണം ബാക്കിയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് മുഅ്ജിസത്താണ്. ഇത് നബിയുടെ കഴിവല്ല, അള്ളാഹു നബിയുടെ കയ്യാൽ പ്രകടിപ്പിച്ച മഹാ അത്ഭുതം എന്നേ പറയാനുള്ളൂ. അപ്പോൾ എണ്ണം എത്രയുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 70-ൻ്റെയും 80-ൻ്റെയും ഇടയ്ക്ക് ആളുകളുണ്ടായിരുന്നു. അത്രയും ആളുകൾ 2-3 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ചിട്ടും അവർക്കൊക്കെ വിശപ്പ് മാറി എന്ന് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാലം ഉപയോഗിച്ചിരുന്നത് ഒരു ഈത്തപ്പന തടിയിൽ കയറി നിന്നുകൊണ്ടാണ് വെള്ളിയാഴ്ച ജുമുഅ പ്രസംഗം നിർവഹിച്ചിരുന്നത്, മിമ്പർ. പിന്നെ വളരെ വിദഗ്ധമായ ഒരു ആശാരിയോട് അദ്ദേഹത്തിന് ഒരു ഗോത്രം ഒരു നല്ല മിമ്പർ പണിത് കഴിപ്പിച്ചു. അത് മദീന പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കപ്പെട്ടു. അതുവരെ നബി ഉപയോഗിച്ചിരുന്ന ആ ഈത്തപ്പന മിമ്പർ മാറ്റിവെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനടുത്തുകൂടി കടന്നുപോയപ്പോൾ ആ ഈത്തപ്പന തടി കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്മേൽ കൈവച്ചു. അപ്പോൾ അതിൻ്റെ കരച്ചിൽ അടങ്ങി. അപ്പോൾ ഈത്തപ്പന തടി അത് പ്രവാചകനെ കണ്ട് കരയുന്നു, പ്രവാചകനോട് ആവരാതി ബോധിപ്പിക്കുന്നു. എന്നെ ഇഷ്ടപ്പെടാതിരുന്നോ, എന്നെ ഉപേക്ഷിക്കുന്നോ എന്ന അർത്ഥത്തിൽ അതിൻ്റെ ദുഃഖവും മനോവ്യഥയും പ്രവാചകൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന മഹാ അത്ഭുതമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വസുവത്ത് ബദർ യുദ്ധം നടക്കുന്നു. ആ ബദർ യുദ്ധം നടക്കുന്ന അതിന് തലേ ദിവസം സൈനിക സംഘങ്ങളെ ഒരുക്കുന്ന കൂട്ടത്തിൽ ചില സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഹാദാ മസ്റഅ ഫുലാൻ, ഇതാ ഈ സ്ഥലത്താണ് ഇന്ന വ്യക്തി മരിച്ചു വീഴുക. ഹാദാ മസ്റഅ ഫുലാൻ, ഇന്ന സ്ഥലത്താണ് ഇന്ന വ്യക്തി മരിച്ചു. യുദ്ധം തുടങ്ങിയിട്ടില്ല, യുദ്ധം സംഭവിച്ചിട്ടില്ല. ഇനി ഖുറൈശികൾ വരികയേ ഉള്ളൂ. അവർ അപ്പുറത്ത് താവളമടിച്ചിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ചു, അത് ശക്തിപ്പെട്ടു. 2 സംഘങ്ങൾ തമ്മിൽ, മുസ്ലിം സംഘവും മുശ്രിക്കുകളുടെ സംഘവും തമ്മിൽ സംഘട്ടനം ആരംഭിച്ചപ്പോൾ പ്രവാചകൻ പ്രവചിച്ച അതേ സ്ഥലത്ത് മുശ്രിക്കുകളുടെ തലവന്മാർ മരിച്ചു വീഴുന്നത് സഹാബികൾക്ക് കാണാറായി. അപ്പോൾ ആരാണ് ആ സ്ഥലത്ത് തന്നെ ഇവർ മരിച്ചു വീഴും എന്ന് പ്രവാചകന് പറയാൻ അത് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ രൂപത്തിൽ പലവിധ അത്ഭുതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ സമൂഹത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിന് വഹയായി ലഭിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രവാചകന് പ്രവചിച്ചിട്ടുണ്ട്. ഇദാ ഹലക കിസ്റ ലാ കിസ്റ ബഅദഹു, ഇദാ ഹലക ഖൈസർ വലാ ഖൈസർ ബഅദഹു, വല്ലദീ നഫ്സി ബിയദിഹി ലതുൻഫികുന്ന കുനൂസുഹുമാ ഫീ സബീലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ചതാണ്. സാമ്രാജ്യങ്ങളുടെ അധിപനായ കിസ്റ ചക്രവർത്തിയും അതുപോലെയുള്ള വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായ കൈസർ, റോമൻ പേർഷ്യ ചക്രവർത്തിമാരെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. കിസ്റ നശിച്ചാൽ വേറൊരു കിസ്റ ഇനി ലോകത്ത് തിരിച്ചു വരില്ല. കൈസർ നശിച്ചാൽ ഇനി ഒരു കൈസർ ഇവിടെ തിരിച്ചു വരില്ല. അവരുടെ 2 പേരുടെയും ധാരാളമായി കൂമ്പാരമാക്കി വെച്ച നിധികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കും, അഥവാ നിങ്ങൾക്ക് യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തുക്കളായി അത് ലഭിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്കായി നിങ്ങളത് ചെലവഴിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ആ പ്രവാചകൻ്റെ അത്ഭുതങ്ങൾ അത് നമുക്ക് പാഠമാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഹക്കുമായി ലോകത്ത് വരികയും സത്യസന്ധമാണ് ഈ ദീൻ, സത്യസന്ധമാണ് ഈ ദഅവത്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത ചരിത്രത്തിൻ്റെ ചെറിയ ഒരു പാർശ്വഭാഗം മാത്രമാണ് ഞാനിവിടെ പരാമർശിച്ചത്. ആ പ്രവാചകനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ മാർഗങ്ങൾ പിൻപറ്റുകയും അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ മാതൃകാ പുരുഷനായി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് കർമ്മത്തിലൂടെയാണ്, അത് പ്രവർത്തനങ്ങളിലൂടെയാണ്, അത് വിശ്വാസത്തിലൂടെയാണ്. എന്നാൽ അതിനൊന്നും നിരക്കാത്ത വിധം അദ്ദേഹം ജനിച്ച ദിവസം ഒരു ആഘോഷമായി കൊണ്ടാടുകയും ഘോഷയാത്രകൾ നടത്തുകയും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അന്ന് ആഹാരമുണ്ടാക്കുകയും സദ്യ വിളമ്പുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബിദ്അത്ത്, അത് പ്രവാചകനോ പ്രവാചകന്റെ സഹാബികളോ അതിനുശേഷമുള്ള ഉത്തമ നൂറ്റാണ്ടുകാരെ ഒന്നും കാണിച്ചു തരാത്ത മൗലിദാഘോഷം, അത് ഇസ്ലാമികമല്ല. അത് വിശ്വാസികൾക്ക് ചെയ്യാനും പാടില്ല. വളരെ കർശനമായ, വളരെ വ്യക്തമായ, വളരെ ശക്തമായ പ്രമാണങ്ങളിലൂടെ
ഇത് ഇസ്ലാമിൽ കടന്നുകൂടിയ ഒരു വിദഗ്ധാണെന്നും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി രാജാക്കന്മാർ സദ്യ ഉണ്ടാക്കി വിളമ്പി അതിൽ ചില കോപ്രായങ്ങൾ കാണിച്ചതിൻ്റെ ഭാഗമാണ് ഫാത്തിമ ഉബൈദിയ ഭരണകൂടം ഉണ്ടാക്കി വന്ന ഒരു വിദഗ്ധാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശരിയായ സുന്നത്ത് സ്വീകരിക്കാനും വിദഗ്ധത്തിൽ നിന്ന് അകന്നു നിൽക്കാനും നമ്മുടെ മാർഗം വളരെ സത്യസന്ധമാണെന്ന് ഉറപ്പുവരുത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا يا غافر المذنبين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك